നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ ഇട്ടാവട്ടത്ത് തട്ടിയും മുട്ടിയും രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവൻ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പാട്ടിലാക്കി പീഡിപ്പിച്ചെന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കൽ. രാഷ്ട്രീയക്കാരെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടപ്പുകയാകുമ്പോൾ ആരംഭിക്കാം ടൈം ടൈം. ഓ എന്താണ് ഉണ്ണി ഒന്നും തിരിയില്ലല്ലോ. പറയൂ മിസ് പറളി തങ്ങമ്മ, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഓ ഉസ്മാനെ, പ്രതി പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് പെലച്ചക്ക് 3 മണിക്കുള്ള ശബരി എക്സ്പ്രസ് കള്ളവണ്ടി കയറി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, ആരാണ് അതിജീവിത? ഓ ഉസ്മാനെ, തൊട്ടാ പൊട്ടാത്ത ഇംഗ്ലീഷ് മുട്ടാന്ന സിനിമയിലെ അഭിനയത്തിന് ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കിയ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അണ്ടിപ്പുള്ളിക്കാവ് ശാന്തയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. കഷ്ടം. കേവലം 35 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പ്രവാസി വനിതയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയതും 18 മാസങ്ങൾക്ക് ശേഷം ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിതയാക്കിയതും അല്ലേ പ്രതിക്കെതിരെയുള്ള പരാതി? ഓ തന്നെ. അത് കൂടാതെ ഒരു ഫ്ലാറ്റും 10,000 രൂപയുടെ ചെരുപ്പും ചോദിച്ചിട്ടുണ്ട് മൂപ്പര്. ഈ കാട്ടിക്കൂടിലൊക്കെ കൂടെ കണ്ടപ്പോഴാണ് ഒരു പീഡനമായിട്ടൊന്നും ഓർക്കും മനസ്സിലാവുന്നത്. ഇതാ നമുക്ക് ഇപ്പോൾ കിട്ടിയ വാർത്ത. പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട്ടെ ഹോട്ടലിൽ ഒളിവിൽ താമസിക്കുന്ന പ്രതി അവിടുത്തെ കക്കൂസിൽ നിന്നും ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞ പാൻറ്റും നീല ഷർട്ടും അണിഞ്ഞ പ്രതി അടിവസ്ത്രം മാറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓ ഉസ്മാനെ, ഇത് ആദ്യമായി കണ്ടത് നമ്മളെ ക്യാമറമാനാണ് എന്ന്. ഇതാ പീഡനം നടന്ന ഹോട്ടൽ മുറിയിൽ നിന്നും ക്യാമറാമാൻ കൊണ്ടോട്ട് സുപ്രിയനോടൊപ്പം കളികാച്ചി പാത്തുമ്മ, പത്തനംതിട്ട. ഇതാ നമുക്ക് സ്ഥലം എംപിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. ആരാ നിങ്ങളൊക്കെ? ആളാകാൻ വരരുത്. Don't try to play fool with me, Suresh. It is very bad. നല്ല പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു സർക്കാസ്റ്റിക്കലി അല്ലെങ്കിൽ കൊള്ളാത്ത രീതിയിൽ, അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിൽ ചെയ്തൊരു സംഭവം. മാധവിന്റെ മോണോ ആക്ടിന്റെ പ്രത്യേകത എന്താ അറിയോ? സാധാരണ എല്ലാവരും മോണോ ആക്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതലും നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിഷമമുള്ള അങ്ങനത്തെ സങ്കട കഥകളായിരിക്കും. ഇവന്റെ ഹ്യൂമർ ഉണ്ട്, സറ്റൈർ ഇഷ്യൂ ആണ്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതില് നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെയാണ് ഈ വാർത്ത വായിക്കുന്നത് എല്ലാവരും. അപ്പൊ അങ്ങനെ ഭയങ്കര സറ്റൈർ ആയിട്ടുള്ളൊരു മോണോ ആക്ട്. നമ്മൾ സോഷ്യൽ സറ്റയർ ചെയ്യുക, അതിന് യുനോ അറിയോ അറിയാതെ എല്ലാം മെസ്സേജസ് എല്ലാവരുടെ അടുത്ത് എത്തുക, അല്ല എത്തിക്കുക. ഇറ്റ്സ് എ ബിഗ് ഡ്യൂട്ടി, ബിഗ് ദൗത്യമാണ്. അത് മോന് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രൊഡക്റ്റ് അല്ലേ, വെരി പ്രൗഡ്. ആൻഡ് എന്തായാലും ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ മാധവ. കുഞ്ഞിനെ നമ്മൾ എൻകറേജ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ്? അല്ലേ ബാ, നമ്മൾക്ക് എല്ലാവരും Cutie the beauty top ഇന്നത്തെ മെയിൻ മാധവ്. കഴിഞ്ഞിട്ടില്ല ഈ സന്തോഷത്തോടൊപ്പം കുറച്ചും കൂടെ ക്യൂട്ട്നെസ് ആയിട്ട് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ് മാധവ്. ഇതൊരു തുടക്കമാവട്ടെ. ഇനിയും ഒരുപാട് കിരീടം ഇങ്ങനെ വെക്കാൻ സാധിക്കട്ടെ. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ള കുഞ്ഞി? എനിക്ക് ആദ്യമായിട്ട് ഈ ഫ്ലോറിനോടും എല്ലാവരോടും വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ മോണാക്ട് എന്ന് പറഞ്ഞ അഭിനയത്തിനാണല്ലോ പ്രാധാന്യം. ഞാൻ അഭിനയത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. എൻ്റെ സാറായിട്ടുള്ള കലാഭവൻ നൗഷാദും വലിയ രീതിയിൽ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കോമഡി മാസ്റ്റേഴ്സിൻ്റെ സ്റ്റേജിൽ നിന്നും ഇവിടുത്തെ ഗ്രൂമേഴ്സിൽ നിന്നും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിനൊരു വലിയ പങ്കുണ്ട്. എൻ്റെ ഏത് വിജയത്തിലാണെങ്കിലും ഈ സ്റ്റേജിന് വലിയ പങ്കുണ്ട്. അപ്പോൾ എനിക്ക് നന്ദി പറയാനുണ്ട്. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞും ഇതുപോലെ ക്രൗണൊക്കെ ധരിച്ച് നിൽക്കുന്നത് കാണാൻ. നീ മാത്രമല്ല, നമ്മുടെ താരങ്ങളെല്ലാവരും, നിങ്ങളും സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. പ്ലീസ് ജോയിൻ us, പ്ലീസ്. ഇവരെല്ലാവരും ശരിക്കും ഇവർക്കൊക്കെ ഓരോ ക്രൗണുകളുണ്ട്. കാരണം നിങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർസ് ആണ്, താരങ്ങളാണ്, നമ്മുടെ അഭിമാനമാണ് നിങ്ങൾ എല്ലാവരും. അപ്പം കീപ് ഷൈനിങ്. ഇനിയും ബ്രൈറ്റർ ഷൈൻ ചെയ്യുക.
പഠിത്തവും കലയും ഒരുമിച്ച് കൊണ്ടുപോവാ, അടിച്ച് ലൈഫ് പൊളിക്കാം. മ്യൂസിക് പ്ലീസ്. Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Pump it up, and a